ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾക്ക് 2 കറി ഉണ്ടാക്കണം. ഒരു കടലക്കറി ഉണ്ടാക്കണം. അങ്ങനെ അതെല്ലാം കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആദ്യം തന്നെ നമുക്ക് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കൊഞ്ചും മുരിങ്ങയ്ക്കയും തക്കാളി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് വെക്കുന്ന ഒരു കറി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ചട്ടിയിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഒപ്പം തന്നെ അത് വാടുന്ന സമയത്ത് നമുക്ക് അപ്പുറത്ത് അടുപ്പിൽ കടലക്കറി വെക്കണം. കടലക്കറിക്കുള്ള ഉള്ളിയൊക്കെ വാട്ടാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഈ തക്കാളിയും മുരിങ്ങയ്ക്കയൊക്കെ കുറച്ചൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് വേണ്ടുന്ന അരപ്പ് ആദ്യം എടുത്ത് വയ്ക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കുറച്ച് പുളി ഞാൻ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്നാണ് എടുത്തിടുന്നത്. പിന്നെ ഉള്ളി, ചെറുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയിട്ടാണ് അരപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മുരിങ്ങയ്ക്കൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ആ ചെമ്മീനെല്ലാം അതിനകത്തിടാം. അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൊഞ്ചിന് ഒരുപാട് വേവില്ല, പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് കടലക്കറി നമ്മൾ അപ്പുറത്ത് റെഡി ആവുന്നുണ്ട്. കടല ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ വേവിച്ച് വെച്ചിരുന്നതാണ്, ഫ്രീസറിൽ. അതാണ് അതിനകത്ത് കുക്കറിനകത്തേക്ക് ഇട്ടത്. ഇനി നമുക്ക് കറി ഏകദേശം റെഡിയായി. കൊഞ്ചും മുരിങ്ങയ്ക്ക ഇട്ട കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലിത്തിരി കടുക് വറുത്തൊഴിച്ചാൽ മാത്രം മതി. കടുക് വറുക്കാനുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്. ഇതിൽ കടുക് വറുത്തൊഴിച്ചിട്ട് കുറച്ച് കൊഞ്ച് ബാക്കിയുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുക്കുകയും കൂടി വേണം. വറുത്തെടുക്കുകയല്ല, ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ കൂടി ഇട്ട് അതൊന്ന് വാട്ടിയെടുക്കണം. അതിൻ്റെ പരിപാടിയാണ് അടുത്തതായി കാണുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഉള്ളിയും ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ വാട്ടണം. പകുതി വാടി വരുമ്പോഴത്തേക്കാണ് നമ്മളത് പകുതി മുക്കാൽ വാടി വരുമ്പോഴാണ് കൊഞ്ചിടുന്നത്. ആദ്യമേ കൊഞ്ചിട്ട് കഴിഞ്ഞാൽ കൊഞ്ചങ്ങ് ഒരുമാതിരി റബ്ബർ പോലെ ആകും. കൊഞ്ചിട്ട് നന്നായിട്ട് കൊഞ്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് സമയം വേവിച്ചാൽ മതി. ഏകദേശം കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോകൾ, ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ പോരായ്മകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക.